സുധിച്ചേട്ടനെ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പഠിച്ചതിന് മുന്നേ നേഴ്സിങ്ങിന് പോയി അത് നിർത്തിപ്പോന്നു. അതെന്താ? നേഴ്സിംഗ് ബാംഗ്ലൂർ പോകണം. ആ സമയത്തൊക്കെ ബാംഗ്ലൂർ ഒരു 10-15 വർഷം ബാക്കാണ്. അപ്പം ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രീമാണ് ആ സമയത്ത്. അതെ. അപ്പൊ അടിച്ചു പൊളിക്കാനൊക്കെയാണ് നമ്മുടെ ചിന്ത. ചെന്നപ്പത്തേന് അറിഞ്ഞു അവിടെ ഒരു എന്താ പറയാ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ ഹോസ്റ്റല്. ഡിസംബറിൽ 1 മാസം മാത്രമേ ലീവ് ഉള്ളൂ. ഫോൺ യൂസ് ചെയ്യാം. അന്നൊക്കെ പണ്ടത്തെ കീപാഡ് ഫോണാണ്, അതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വീട്ടിലോട്ട് വിളിക്കണമെങ്കിൽ പെർമിഷൻ വേണം. അവരുടെ ഫോണിൽ ലാൻഡിനെ വിളിക്കാൻ പറ്റില്ല, 5 മിനിറ്റ് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയപ്പം ഒരു സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ ആ സമയത്ത്. ഇപ്പൊ ഒത്തിരി സ്വാതന്ത്ര്യമായി കേട്ടോ അത്. അപ്പം ആ സമയത്ത് ഞാൻ നല്ലതായിട്ട് അയ്യോ എങ്ങനെയാലും വീട്ടിൽ പോയത്. എന്നിട്ട് ഞാൻ പഠിച്ചു. പക്ഷെ ഡ്യൂട്ടി തുടങ്ങിയപ്പോഴത്തേന് ബ്ലഡ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേന് എങ്ങനെയും ചാടിപ്പോയാ മതി, അങ്ങനെ അതങ്ങ് നിർത്തിയിട്ട് നാട്ടിൽ വന്ന് ഡിപ്ലോമയ്ക്ക് ചേർന്നു. അതും അവസാനം ആയപ്പോഴത്തേന് എന്റെ സർട്ടിഫിക്കറ്റിന് പ്രോബ്ലം വന്നു. 10th പ്ലസ് 2 ബാംഗ്ലൂർ ഇരിക്കുവായിരുന്നു. അപ്പൊ കുറച്ച് പൈസയും കൂടെ അടയ്ക്കാതെ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ നിന്ന് ആ ഡിപ്ലോമ അത് ഒരു പരുവത്തിലാക്കി വെച്ചപ്പോഴാണ് ഏവിയേഷന് ചേരുന്നത്. ഡിപ്ലോമ എന്തിലെടുത്തേ? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. എന്തിനാ എടുത്തത്? സത്യം അല്ല, രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് എന്തിനാ ഇത് എടുത്തെന്നാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തു. എനിക്ക് അതെന്തിനാ ഞാൻ പഠിച്ചതുപോലെ, എനിക്ക് എന്താ പഠിച്ചതുപോലെ എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ തട്ടിക്കൂട്ടി പഠിച്ച് ലാസ്റ്റ് അതും വെള്ളത്തിലാക്കി.